ഇനി ഓരോന്ന് റിലീസാണ് പെട്ടെന്ന്. ഈ 4 പാട്ടിൽ ഒരു പാട്ടാണ് ഇത് പ്രൊമോ സോങ് ആയിട്ട് വെച്ചിട്ട് ഇത് അവസാനം എന്ത് പറ്റും വരുത്താൻ പറ്റില്ല എന്ന് വെച്ചു. അപ്പം മോഹൻലാൽ പറഞ്ഞു, എനിക്ക് ഈ പാട്ട് വളരെ ഇഷ്ടപ്പെട്ടു, നമുക്ക് ഷൂട്ട് ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പം സാധാരണഗതി മോഹൻലാല് 1-2 ദിവസം മെനക്കെട്ട് അല്ലെങ്കിൽ 2-3 ദിവസം മെനക്കെട്ട് ഇതിന് ഈ പ്രൊമോ ഷൂട്ടിനൊന്നും വരാറേ അങ്ങനെ ഇന്ന് വരെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ല. അപ്പൊ ശോഭന പറഞ്ഞു, എന്നാ ഞാനും വരാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നെ കൂടെ ഒരു ചെറിയൊരു ഫ്രെയിമിൽ എന്നെ കൂടെ കൊണ്ടുവരണമെന്ന്. അങ്ങനെ ബൃന്ദ മാഷയുടെ ഇതില് 5 days ബാക്ക് ഇതിനപ്പുറത്തൊരു ഫ്ലോർ ഉണ്ട്. അവിടെ അതിഗംഭീരമായിട്ട്, അതായത് 100-400 ആർട്ടിസ്റ്റ് ഡാൻസേഴ്സും ഈ എന്താണ് മറ്റേ കൊടയും അതും ഇതും ഒക്കെ ആയിട്ട് വെച്ചിട്ട് ഒരു പൂരമേള വെച്ചിട്ട് മോഹൻലാലിന്റെ പൊന്നാണ് ഒരു രക്ഷയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ മോഹൻലാലിനെ ഒരുപാട് പടങ്ങളുടെ വിമർശനങ്ങൾ വരുന്നു, അത് വേറെ. പക്ഷെ മോഹൻലാൽ ആസ് ആൻ ആക്ടർ അത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. കാരണം പടം വരും, അതിനകത്ത് ക്രിറ്റിസിസം വരും, അത് വരും പോകും. അത് എന്റെ ഒരു സംഭവമല്ല, അത് ഞാൻ കണക്കിലെടുക്കുന്നില്ല. നല്ല പടങ്ങൾ വരും, മോശം പടങ്ങൾ വരും. നല്ല പടങ്ങൾ വന്ന ഉടനെ എടുത്ത് തലയിൽ വെക്കുകയും മോശം പടം വന്നാൽ താഴെ ഇടുകയും അതൊന്നുമല്ല. ആസ് എൻ ആക്ടർ ഞാൻ കണ്ടത് ആ പാട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് ലാലും ശോഭന നിൽക്കുന്നു, ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു. ഈ പാട്ടിട്ട് വൃന്ദാമാഷ 1, 2, 3, 4 എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം ഒരു ഡാൻസ് ഞാൻ തുടങ്ങിയപ്പോ ഉണ്ടല്ലോ, എന്നിട്ട് കൈയിട്ട് ഇങ്ങനെ ഒരു മൂവ്മെന്റിൽ വന്നത് സത്യം ഇപ്പൊ പറയുമ്പോഴും ഞാൻ കോരിത്തിരിക്കും. കാരണം അത്രയ്ക്ക് കളർഫുൾ ആയിട്ട് ഇപ്പം അവർ ഭയങ്കര ഡൗട്ടിലിരിക്കേണ്ടി ഇത് എങ്ങനെ പടത്തിൽ ആഡ് ചെയ്യും. ഇത്രയും നല്ലതായിട്ട് ആഭാരം